നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ പ്രൊഫഷണൽ കരിയറിലെ 26-ാം വർഷത്തേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ്. 2002 ആരംഭിച്ച പ്രൊഫഷണൽ കരിയർ 2026 എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കരിയർ ഒരുപാട് ഉയർച്ചകളുടെ ഒന്നാണ്. പക്ഷേ 2026 കാലെടുത്ത് വെച്ച ആ മത്സരം പക്ഷെ അത്ര മികച്ചതായിരുന്നില്ല. അദ്ദേഹം തീർത്തും നിറം മങ്ങിയ ഒരു മത്സരത്തിൽ അൽ അഹ്ലിയോട് അൽ നസർ 3-2 തോറ്റു. സൗദി പ്രോ ലീഗിൽ ഈ സീസണിലെ അൽ നസറിൻ്റെ ആദ്യ പരാജയം കൂടിയാണിത്. ഈ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു സൂപ്പർ അവസരം ലഭിച്ചിരുന്നു. CR7 നിലവാരത്തിൽ അതെപ്പോൾ ഗോളായി എന്ന് ചോദിച്ചാൽ മതി, അത്തരത്തിലാണ് ആ ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചത്. കളിയുടെ 60 മിനിറ്റ് പിന്നിട്ട ഘട്ടത്തിൽ, ആ ഘട്ടത്തിൽ അൽ അഹ്ലി 3-2 ലീഡിലാണ്. അൽ നസറിന് സമനില പിടിക്കാനുള്ള കിടിലൻ അവസരമാണ്. വലത് പാർശ്വത്തിൽ നിന്ന് കൃത്യമായൊരു ക്രോസ് ക്രിസ്ത്യാനോയിലേക്ക് ഡിഫൻഡർമാരെ ഒഴിഞ്ഞ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇത് കിട്ടുകയും ചെയ്യുന്നു. നോർമലി പറയുമ്പോൾ CR7 ആ ബോൾ കൺട്രോൾ ചെയ്ത് വലയിലേക്ക് അടിക്കേണ്ടതാണ്. എന്നാൽ വളരെ പുവർ ടച്ച്, അദ്ദേഹത്തിന് ആ ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. തട്ടിത്തെറിച്ച് നേരെ ഗോൾ കീപ്പറുടെ കയ്യിലേക്ക്. തീർച്ചയായിട്ടും അൽ അഹ്ലി രക്ഷപ്പെട്ട നിമിഷമാണത്. ഇതിപ്പോൾ ആർക്കും സംഭവിക്കാം, ക്രിസ്ത്യാനോക്ക് മാത്രമല്ല ആർക്കും സംഭവിക്കാം ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ മിസ്സൊക്കെ. എന്നാൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ വിമർശിക്കാനായിട്ട് കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരും അതുപോലെ തന്നെ അൽ നസറിൻ്റെ ഈ പരാജയത്തിൽ സങ്കടപ്പെടുന്നവരും വിമർശനങ്ങളുമായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. കാരണം ഈ അവസരം മുതലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആണോ കാര്യങ്ങൾ മുന്നോട്ട് പോവേണ്ടത്? CR7 നിന്ന് മികച്ച ഫുട്ബോൾ പോയി കഴിഞ്ഞു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വ്യാപകമാണ്. എക്സിലൊക്കെ നിങ്ങൾക്കത് കാണാൻ പറ്റും. goal.com അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞത് ദി ബിഗ് ലോസർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കളിയിലെ ബിഗ് ലോസർ എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ അവർ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ മത്സരത്തിൽ ഗോളുകൾ വന്നത് സെൻറ്റർ ബാക്കുമാരിൽ നിന്നാണ് 3 ഗോളുകൾ വരുന്നത്. തീർച്ചയായിട്ടും സ്ട്രൈക്കേഴ്സിൻ്റെ ദിവസമായിരുന്നില്ല. ഹൗവർ ക്രിസ്ത്യാനോ റൊണാൾഡോ വിൽ സ്റ്റിൽ ഹാവ് ബീൻ ലെഫ്റ്റ് അൺസാറ്റിസ്ഫൈഡ് ബൈ ഹൗ ദി ഈവനിങ് പ്ലേഡ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിശദീകരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ക്രിസ്ത്യാനോ അതായത് പോർച്ചുഗീസ് ലെജൻഡ് ഒരു ടോട്ടൽ പാസഞ്ചർ ആയിരുന്നു ഈ ഗെയിമിൽ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ കളി അങ്ങനെ കടന്നു പോകുമ്പോൾ പിന്നെ മത്സരം 3-3 സമനിലയിൽ എത്തിക്കാനുള്ള കിടിലൻ അവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തി. വിത്ത് എ റെസ്റ്റി പീസ് ഓഫ് സെൽഫ് കൺട്രോൾ ആസ് ദി ബോൾ ട്രിക്കിൾഡ് ത്രൂ ടു ദി ഗോൾ കീപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം അദ്ദേഹം ഒരു ലോങ് ഷോട്ട് ഹൈ ആൻഡ് വൈഡായിട്ട് അടിച്ച് കളയുകയും ചെയ്തു. എന്നിട്ട് വലിയ നിരാശ അദ്ദേഹത്തിൻ്റെ മുഖത്ത്, അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനുകളിൽ കാണുകയും ചെയ്തു. ദി ബിഗ് ലൂസർ എന്ന് പറഞ്ഞുകൊണ്ട് CR7 അവർ വിശേഷിപ്പിക്കുന്നു. സോ വിമർശനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. 25 വർഷത്തിലേക്ക് നീണ്ട കരിയറിൽ ഒറ്റ മിസ്സിനെയൊക്കെ ഇങ്ങനെ പറയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ്. പക്ഷേ സമീപകാലത്തെ പല കളികളിലും സിമ്പിൾ അവസരങ്ങൾ CR7 നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് പലരും ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘട്ടമാണ് അൽ നസറിന്. സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ CR7 നിന്ന് മികവ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതില്ലാതെ വന്നാൽ, ആ ഒരു പ്രതീക്ഷയ്ക്കൊപ്പം കോപ്പപ്പ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അൽ നസറിന് ഈ വർഷവും കിരീടം എന്നുള്ളത് കിട്ടാക്കനിയാവുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും ഈ കളിയിൽ CR7 ടോട്ടൽ 4 ഷോട്ടുകളാണ് ഉതിർത്തത്. ഒന്നുപോലും ഓൺ ടാർഗറ്റിലേക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം മിസ്സാക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. അതുപോലെ പാസുകളുടെ കാര്യത്തിൽ 2 കീ പാസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആക്യുറേറ്റ് ആയിട്ട് ക്രോസുകളില്ല. അതേസമയം പാസുകൾ 29 പാസിൽ 26 ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. 90% പാസിംഗ് ആക്യുറസി ഉണ്ട്. ലോങ് ബോളുകൾ അദ്ദേഹം 1 കൊടുത്തു, അത് കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. അതേസമയം ഗോളിലേക്ക് എത്തിക്കാണ്ട സുവർണാവസരം അദ്ദേഹം മിസ് ചെയ്തത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.